ഞങ്ങളുടെ കൊല്ലംകാരനായ ഒരു മാധ്യമപ്രവർത്തകൻ ജയകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. നമ്മുടെ ഈ ബിഗ് ബോസ് പരിപാടി ഉണ്ടല്ലോ, ബിഗ് ബോസ് മറ്റേ ചാനലിൽ വരുന്ന പരിപാടി. ഞാൻ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ കണ്ടുള്ളൂ, തുടക്കത്തിലെ ഒരു എപ്പിസോഡ്. കാരണം എൻ്റെ വലിയ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കാണാനൊരു കൗതുകം തോന്നി. പക്ഷേ ഒറ്റ കാഴ്ച കൊണ്ട് നിർത്തി, പിന്നീട് കണ്ടിട്ടില്ല. പിന്നെ പൊതുവെ TV കാഴ്ച ഇല്ലാത്തതുകൊണ്ട് തന്നെ അറിയാതെ പോലും അത് നമ്മുടെ മുമ്പിൽ വന്ന് പെടത്തില്ല. ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഞാനത് നിർത്തി. പിന്നീട് ഇത് ഈ പറഞ്ഞ പോലെ സീസൺ 1 സീസൺ 2 എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. കാരണം അതിന് മറ്റ് കാഴ്ചക്കാരുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പരിപാടി നിലനിന്ന് പോകുന്നത്. ഇപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ ഒരു കോണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള തൊപ്പിയും ഇതിനു മുമ്പുള്ള ഏതോ ഒരു എപ്പിസോഡിലെ വിന്നറായിട്ടുള്ള ഏതോ ഒരു സീസണിലെ വിന്നറായിട്ടുള്ള അഖിൽമാരാൻ തമ്മിലുള്ള തമ്മിലടിയാണ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞ് തെറിവിളിയും തമ്മിലടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചേട്ടാ, ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരാൾ പങ്കെടുക്കുന്ന മത്സരാർത്ഥി ഒരാൾ പങ്കെടുത്തു കഴിഞ്ഞാൽ വിജയിക്കും. അപ്പം ഈ ഒരു മത്സരത്തിൻ്റെ ഒരു നിലവാരം എന്താണ്? ഇങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിച്ചു വിടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമ്മളിപ്പം പല മത്സരങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ കായിക മത്സരങ്ങളുണ്ട്. അപ്പോൾ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പലപ്പോഴും വിൻ ചെയ്തവരായാലും കൊള്ളാം, അല്ലെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുന്നവരായാലും കൊള്ളാം, ഇതുപോലെ എന്താ പറയുക, മറ്റൊരാൾക്ക് മോട്ടിവേഷൻ ആകാറുണ്ട്. സൊസൈറ്റിക്ക് ഒരു പോസിറ്റീവ് വൈബ് അവർ കൊടുക്കാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഇപ്പം റിയാലിറ്റി ഷോസ് ഉണ്ട്. TV തന്നെ വരുന്ന മറ്റു പല റിയാലിറ്റി ഷോസ് ഉണ്ട്. അതായത് ഇപ്പം മ്യൂസിക് ബേസ് ചെയ്തുള്ള റിയാലിറ്റി ഷോ ഉണ്ട്, ആക്ടിങ് ബേസ് ചെയ്തുള്ള റിയാലിറ്റി ഷോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട്, അല്ലേ? അല്ലെങ്കിൽ അതിനകത്തെ മത്സരാർത്ഥികൾ, അതിനകത്ത് പങ്കെടുക്കുന്നവർ മറ്റു പലർക്കും ഇൻസ്പിറേഷൻ ആയി മാറാറുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസിൽ നിന്ന് വരുന്നവരൊക്കെ പരസ്പരം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാനും തമ്മിലടിക്കാനും ഒക്കെ ഉള്ളൊരു സംഗതിയാണ് ആർജിച്ചു കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പറയുന്നു പിന്നെ എന്താണ് അഖിൽമാരാർ എന്തോ ഒരു ആരോപണം തൊപ്പിക്കെതിരെ ഉന്നയിക്കുന്നു, തൊപ്പി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ സഭ്യമായ ഭാഷയിലല്ല, എല്ലാം സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എന്താ പറയുക, കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അഖിൽമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെയും പക്ഷം ചേരാൻ ആളുകളുണ്ട്. അത് പിന്നെ സൊസൈറ്റിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണല്ലോ. പക്ഷേ ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ്, അതിലുള്ളവരൊന്നും പുറത്തിറങ്ങി വന്നു വെച്ച് ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ എന്താ പറയുക, വളരെ ഈ പറഞ്ഞതുപോലെ ഒരു കൾച്ചേർഡാണ്. ആ കോമ്പറ്റീഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ ഒരു പെരുമാറ്റ രീതിയും, അല്ലെങ്കിൽ അവർ സൊസൈറ്റിയിൽ അവർ പെരുമാറുന്ന രീതിയും കാര്യങ്ങളുമൊക്കെ കുറച്ചുകൂടെ റിഫൈൻഡാണ്. ഇതല്ല, ഇത് ഈ പറഞ്ഞതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുക, ചെളിവാരി എറിയുക, ചീത്ത വിളിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ വഴി പുറത്ത് വരുന്ന പ്രോഡക്റ്റുകളാണല്ലോ ഇവർ, അതിൻ്റെ ഔട്ട്പുട്ടാണല്ലോ ഇവർ ഇങ്ങനെയുള്ളൊരു മെസ്സേജാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വൈബാണോ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടതെന്നുള്ളൊരു സംശയമുണ്ട്. സംഗതി കേട്ടല്ലോ. വേറൊന്നുമല്ല, നിങ്ങൾ ഈ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ കുറേ ഈ എന്താ പറയുന്നത് അവശിഷ്ടങ്ങളെല്ലാം കൂടെ ശേഖരിച്ചു വെക്കുന്നു. ആ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അവശിഷ്ടങ്ങൾ അവിടെ ഇരുന്ന് തന്നെ നാറ്റമെടുക്കുന്നു. അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ പറക്കി നമ്മൾ പുറത്തോട്ട് കളയുന്നു. ചെന്ന് വീഴുന്നിടത്തെല്ലാം നാറ്റമെടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇതിനകത്തുനിന്ന് ഈ നാറ്റം മുഴുവൻ പുറത്തു പോയി ആശ്വസിച്ചിരിക്കുമ്പോൾ ഇത് കോരിയെടുക്കാൻ വരുന്ന ചിലർ പുറത്ത് കിടന്ന് ഇടിയിടുന്നു. പക്ഷേ ആ ഇടിക്കും ഒരു അന്തസ്സുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ, എല്ലാ നാട്ടിലും ഉണ്ട്. അവരെ മോശമാക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. ഈ തകരപ്പാട്ടയുമായി നടന്ന് ശുചീകരണ ജോലികൾ ചെയ്യാൻ വരുന്നവരുണ്ട്. അവരിൽ നല്ലൊരു ശതമാനവും മദ്യപിച്ചാണ് നടക്കാറുള്ളത്. വൈകുന്നേരം ഈ പണിയെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ വന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയുണ്ട്. ഈ പാത്രം എടുത്തടിയും അതും ഇതുമൊക്കെ. പക്ഷേ അവർക്കൊരു ഔചിത്യമുണ്ട്. നമ്മളാരെങ്കിലും അതിലേക്കൂടെ വരികയാണെങ്കിൽ നമ്മൾ വരുമ്പോൾ അടിയങ്ങ് നിർത്തും. എന്നിട്ട് നമ്മളങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞേ പിന്നെ അടി തുടങ്ങുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ തൊപ്പി മാരാരുടെ പുഴുത്തടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തൊപ്പിയെ മാരാരേതാണ്ട് പറഞ്ഞു, മാരാരെ തിരിച്ച് തൊപ്പി വീഡിയോ ഇട്ട് ഇവരൊക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സാണ്. ഇവരുടെയൊക്കെ ഒരു റീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ വേറെ ആർക്കും ഇല്ലാത്ത അത്രയും റീച്ചാണ്. ലക്ഷങ്ങളാണ് ഇവരെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തെക്കുറിച്ചാണ് ഒരു മാധ്യമപ്രവർത്തകൻ സംസാരിച്ചത്. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ് ജയകൃഷ്ണൻ പറഞ്ഞതെന്നുള്ളത് കൊണ്ടാണ് ജയകൃഷ്ണൻ പറഞ്ഞതിനെ ആദ്യം ഒന്ന് കേൾപ്പിച്ചത്. ഇത്തരമൊരു സംഭവം കൊണ്ട് ഈ കേരള സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് മാത്രമല്ല, ഇതിനകത്ത് കയറിയവനെല്ലാം ഈ അകത്ത് കയറി സെപ്റ്റിക് ടാങ്കിൽ വീണതുപോലെ അതിൽ മുങ്ങിയിട്ട് തിരിച്ചിറങ്ങി വരുന്നത് പോലെയാണ് ഇറങ്ങി വരുന്നത്. ആകെ പിന്നെ അതിന് ശേഷം എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു പശ്ചാത്തലം പറയുന്നത് ഈ അഖിൽമാരാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇതിൽ പങ്കെടുത്തു എന്ന് പോലും അറിയിക്കാതാണ് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കഴിയുന്നത്. നമ്മുടെ കിടിലം ഫിറോസ് ആയാലും പിന്നെ നമ്മുടെ രജിത് കുമാർ ആയാലും ആരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഗതിയേ മിണ്ടുന്നില്ല. എന്തായിരുന്നു ബഹളവും കോലാഹലവും ഒക്കെ? നൂറയ്ക്ക് കിട്ടുമോ ആദിലേക്ക് കിട്ടുമോ, ഭയങ്കരമായ ബഹളം. എന്തൊരു പ്രശ്നമാണെന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയുമോ? കേരളത്തിലെ ഒരു 90% വീടുകളിലും ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പെണ്ണും പെണ്ണൂടെ കെട്ടാൻ സമ്മതിക്കുന്നില്ല. എന്ത് നല്ലതായിരുന്നു ഈ വിവാഹം കഴിച്ച് അയക്കാൻ വേണ്ടി ആണുങ്ങളെയൊക്കെ ഈ പറയുന്നത് പോലെ പിന്നെ കണ്ടുപിടിച്ച് അവർക്ക് സ്വർണം കൊടുത്ത് മറ്റേതുമൊക്കെ കൊടുത്തതിന് പകരം ആദിലായും നൂറായും കിട്ടുന്നത് പോലെ അങ്ങ് നൂറാദില ആയിക്കഴിഞ്ഞാൽ എന്തോ ഒരു നല്ലതാണ്. അവരെക്കുറിച്ചൊക്കെ നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവായ ലാലേട്ടനൊക്കെ എന്തൊരു മതിപ്പാണ്. ഈ പരിപാടിയിൽ ഇന്നലെ ആർക്കാ അനുമോൾക്കോ എങ്ങാണ്ടാണെന്ന് പറയുന്നിട്ട് ഏതാണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് അവരെ കൈ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പടമൊക്കെ കണ്ടു. പിന്നെ തൊപ്പിയുടെ കൂട്ടുകാർ തൊപ്പിയുടെ അടുത്തിരുന്ന് തൊപ്പി എടാ പോടാ മറ്റേ മോനെ മറിച്ചേ മോനെ എന്നൊക്കെ പറഞ്ഞ് പറയുന്നതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പുറത്ത് മാരാരദ്ദേഹം തൊപ്പിയുടെ കളികളെക്കുറിച്ച് പറയുന്നു. തൊപ്പി ഹിപ്പി റപ്പായി എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ മാലിന്യത്തെയൊക്കെ കൈകാര്യം ചെയ്യാനാണ് ഒരു മഹാനടനായ ഒരാൾ രംഗപ്രവേശം ചെയ്ത് അതിലിങ്ങനെ ആടി തിമിർക്കുക. സത്യം പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഇതിനകത്ത് നടക്കുന്നത് കാണാനും ഒക്കെയായി നടക്കുന്ന മലയാളികളുടെ മുന്നിൽ നിങ്ങൾ ഏത് നവോത്ഥാന ആശയങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഇത് തള്ളിക്കൊടുക്കുന്നത്? കുറേ ആളുകൾ ഇതിൻ്റെ, ഞാൻ ഇന്നലെയിലെ കുടുംബം കലക്കുന്ന താത്താ വ്ളോഗർമാരുടെ കാര്യം പറഞ്ഞതുപോലെ ഇവർക്ക് എന്ത് പറ്റി, ആദിലായിക്ക് എന്തോ പറ്റി, നൂറായിക്ക് എന്തോ പറ്റി, തൊപ്പി എങ്ങോട്ട് പോയി എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുകയും നോക്കി നിൽക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ചില കാര്യങ്ങളുടെ പേരിൽ മാത്രം ഈ മഹാനടന്മാരെയും ബാക്കിയുള്ളവരെയും ഒക്കെ കേരള സമൂഹം ബഹിഷ്കരിക്കേണ്ടതാണ്, തള്ളിപ്പറയേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വെറും ഒരു സമൂഹത്തിന് യാതൊരു ഗുണവുമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ എത്രത്തോളം ജീർണതയും എത്രത്തോളം വൃത്തികേട് കൊണ്ടെന്ന് ഒരളവുകോലായി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഒരു പരിപാടി ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകുന്നത്. ഇനിയിപ്പോൾ അടിയെല്ലാം അകത്തത് കഴിഞ്ഞു, ഇനി പുറത്താണ് അടി. ആ അടിയുടെ ഭാഗമാണ് തൊപ്പിയും മാരാരും തമ്മിലുള്ള അടി. അതിന് കുറച്ച് നാളത്തേക്ക് രണ്ടുപേർക്കും കേൾക്കുകയും എല്ലാവർക്കും കേൾക്കുകയും കാണുകയും ചെയ്യാം. അവരുടെ ഉപജീവന മാർഗവും നടക്കും. തൊപ്പിയൊക്കെ ആരാ? ഈ അടുത്ത സമയത്ത് നമ്മുടെ അടുത്തൊരു പയ്യൻ പറഞ്ഞത്, സാർ എന്തോ വിചാരിക്കുന്നത്, തൊപ്പിയുടെയൊക്കെ വരുമാനം ഒരു വർഷം 45 ലക്ഷം രൂപയാ, അല്ല ഒരു മാസം. അതുപോലെ ഇത് കാണാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക കേരളം അടുത്ത നൂറ്റാണ്ടിൽ ദേ ഇങ്ങനെ പുഷ്പിച്ച് വിളഞ്ഞ് കയറി വരുമെന്നും പറഞ്ഞു.